ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കറിൽ ആരെങ്കിലും പാലട പായസം വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കുക്കറിൽ പാലട പായസം വെക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി. വെറും 15 മിനിറ്റ് മതിട്ടോ ഈ പായസം ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് മിൽമേൻ്റെ 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഈസ്റ്റേണിൻ്റെ പാലട മിക്സാണ് ഇട്ടത്. ഇത് 300 ഗ്രാമാണ്. അപ്പോൾ ഈ പായസത്തിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഏലക്കായ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, പഞ്ചസാരയൊക്കെ. ഇനി വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ലേശം ചേർത്ത് കൊടുത്താൽ മതി. ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങുക. അതിന് ഈ പായസം ഉണ്ടാക്കണ കുക്കർ നല്ലോണം കഴുകി, കറിയൊക്കെ ഉണ്ടാക്കണ കുക്കറാണെങ്കിൽ എരിവോ മഞ്ഞ കളറൊന്നും പറ്റില്ല കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് പാല് തിളച്ച് വരുന്ന സമയത്ത് പിരിഞ്ഞു പോകും. ഇപ്പോൾ ആ 2 പാക്കറ്റ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു കപ്പ് വെള്ളം അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ചിട്ട് ഈ പാല് തിളയ്ക്കണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലട മിക്സിൻ്റെ പാക്കറ്റ് അഴിച്ചു നോക്കിയപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ല, ഏലക്കായും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ വാങ്ങണ സമയത്ത് അതൊക്കെ ഉണ്ടാവലുണ്ടായിരുന്നു. ഇപ്പം പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ആ പാലട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തള വരുന്ന വരെ ഹൈ സ്പീഡിൽ തന്നെ കത്തിക്കുക. പിന്നെ ഇത് തള നല്ലോണം അങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണല്ലോ ഈ മൂടിയിട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. മറ്റ് തിളച്ചിട്ട് തൂവാനുള്ള സാധ്യത ഉണ്ട്. മൂടിയിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് തിളപ്പിക്കുക. വിസിൽ വരാൻ നേരത്ത് ഓഫാക്കണം കേട്ടോ. ആ പ്രഷറിൽ കിടന്നിട്ട് വേണം ഈ അട വേവാനായിട്ട്. ഈ ഉരുളിയിലൊക്കെ പായസം വെക്കുകയാണെങ്കിൽ പായസം അടുപ്പത്തുനിന്ന് വാങ്ങണ വരെ കൈ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാല് മിക്സും തിളച്ച് വന്നിട്ട് മൂടിയിട്ടെടുത്താൽ പായസം ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്, മൂടിയിട്ട് കൊടുക്കുക. 5 മിനിറ്റൊക്കെ തിളച്ചതിൻ്റെ ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പ്രഷറിൽ കിടന്നിട്ടാണ് കേട്ടോ ഈ അട വെന്തത്. അപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ പായസം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ വെച്ചതിനെ കൊണ്ടാണ് കേട്ടോ തിളച്ചിട്ട് ഇങ്ങനെ ഈ കുക്കറിൻ്റെ മീതേക്കൊന്നും പൊങ്ങി വരാഞ്ഞത്. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ മിക്സിലുണ്ടാവും എന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതും ഇല്ല. അപ്പോൾ വെറുതെ കുറച്ച് നെയ്യ് മീതങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഒരു കുക്കർ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ട് വെറുതെ സമയം കളയണ്ട. കുക്കറിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ സമയം ലാഭിക്കും ചെയ്യുക, ജോലി എളുപ്പമാവും ചെയ്യും. ഇനി കുക്കറിലാണ് ഈ പായസം ഉണ്ടാക്കിയത് വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. ഞാനിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം ഇനി കുക്കറിൽ ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. സൂപ്പറാണേ. അപ്പം ഇനി ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.